എന്താ ചൂട്? നമുക്കൊരു ധാരകയുള്ള കച്ചലോ. ബിഗ് ബോസിൽ ഇന്ന് നടന്ന ഒരു ആക്ടിവിറ്റിയിൽ ഗബ്രിക്ക് ജാൻമണി ദാസ് ആവണം, ജാസ്മിനെ ജിൻഡോ ആകണം. അത്ഭുതം അല്ലേ? പക്ഷേ ഇത് വെറും ഒരു മോർണിംഗ് ആക്ടിവിറ്റിയിലെ ഒരു ചെറിയ തമാശ മാത്രമായിരുന്നു. അതായത് നമ്മൾ ഈ ബിഗ് ബോസ് ഹൗസിൽ അടുത്ത ദിവസം മുതൽ മറ്റൊരാളായി മാറുകയാണെങ്കിൽ ആരായിട്ട് മാറാനാണ് നമ്മുടെ ആഗ്രഹം എന്നായിരുന്നു ആ ആക്ടിവിറ്റി. അതുപ്രകാരം ജാസ്മിൻ വന്ന് പറഞ്ഞു, എനിക്ക് ജിൻഡോ കാക്കയായാൽ മതി. ആ ഉത്തരം കേട്ട് ഞാനടക്കമുള്ള ആളുകൾ അത്ഭുതപ്പെട്ട് കാണും അല്ലേ? ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, അവർ തമ്മിൽ വലിയ ഒരു അടുപ്പത്തിലൊന്നുമല്ല, സുഹൃത്ത് ബന്ധത്തിലും അല്ല. എങ്കിലും എന്തുകൊണ്ട് ജിൻഡോ കാക്കയാകണമെന്ന് പറഞ്ഞു? പിന്നീട് മറുപടി ഉടനടി തന്നെ വരികയുണ്ടായി. കാരണം അതൊരാക്കൽ തന്നെയായിരുന്നു. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജിൻഡോ കാക്ക എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ എന്തെങ്കിലും അബദ്ധം വിളിച്ച് പറയും. അത് കേട്ട് മറ്റുള്ള ആളുകൾ കൈയടിക്കും. അപ്പോൾ അദ്ദേഹം കരുതും അദ്ദേഹത്തെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചതാണ്, അദ്ദേഹം പറഞ്ഞുള്ള കാര്യങ്ങൾ വളരെ വളരെ ശരിയാണ് എന്ന് അദ്ദേഹം കരുതും. എന്ന് വെച്ചാൽ അദ്ദേഹം മണ്ടനാണ് എന്നാണ് ഇൻഡയറക്റ്റ്ലി പറഞ്ഞത്. അപ്പോൾ ആ മണ്ടത്തരം എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ജാസ്മിന് ഒരവസരം കിട്ടുമെങ്കിൽ ജാസ്മിൻ ജിൻഡോ ആയിട്ട് മാറാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ജാസ്മിൻ പറഞ്ഞത്. അതിനുശേഷം ഗബ്രി വന്നു. ഗബ്രിയുടെ മറുപടി ജാൻമണി ദാസ് ആകണം തനിക്ക് എന്നായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം പറയുന്നത് ജാൻമണി ദാസ് ഈ ബിഗ് ബോസ് ഹൗസിൽ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ട്, ആളുകളുമായി വഴക്കിടുന്നുണ്ട്, ശപിക്കുന്നുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ മറ്റുള്ള മത്സരാർത്ഥികൾ അതിനെ കാര്യമായിട്ട് എടുക്കുന്നില്ല, പെട്ടെന്ന് തന്നെ മാപ്പ് കൊടുക്കുന്നുണ്ട്, ഒരു ശിക്ഷയും കിട്ടുന്നുമില്ല. അപ്പം അങ്ങനെ ഒരു മത്സരാർത്ഥിയായി മാറിക്കഴിഞ്ഞാൽ എന്ത് കുറ്റം ചെയ്തു കഴിഞ്ഞാലും മറ്റുള്ളവർ അതിനെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ എന്ത് കുറ്റവും ചെയ്ത് അവിടെ സുഖമായിട്ട് നിൽക്കാമല്ലോ, ആർക്കും പരാതിയും ഉണ്ടാവില്ല, ആക്ഷേപവും ഉണ്ടാവില്ല. അപ്പോൾ യാതൊരു പ്രശ്നത്തിലും ഇടപെടേണ്ട, എന്ത് കാര്യം വേണമെങ്കിലും തനിക്ക് ചെയ്യാം എന്നുള്ള പ്രിവിലേജ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എല്ലാം തനിക്ക് കിട്ടുകയും ചെയ്യുമല്ലോ. അപ്പോൾ അതുകൊണ്ട് താൻ ജാൻമണി ദാസ് ആകാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഗബ്രി പറഞ്ഞത്. നല്ല രണ്ട് മനോഹരമായിട്ടുള്ള മറുപടിയിൽ തന്നെയാണ് രണ്ടാളും തന്നത് അല്ലേ?